വളരെ വേറിട്ടൊരു അനുഭവമുള്ള ആളാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. AK സെന്ററിൽ നിന്ന് വിളിച്ച് ചർച്ചയ്ക്ക് പോകാൻ പറയുന്നു. വക്കീലായ അരുൺകുമാർ ചർച്ചയ്ക്ക് പോകുന്നു. ചർച്ച കഴിയുമ്പോൾ എന്താണ്, വക്കീല് പരാതിക്കാരനാവുന്നു, കേസ് കൊടുക്കുന്ന പരാതിക്കാരനാവുന്നു. അതും ഒരു അവതാരകനെതിരെ രാജ്യത്താദ്യമായി ഒരു കേസ് കൊടുത്ത് കോടതിയിൽ കയറ്റുന്ന നിലയിലേക്ക് ഒരു ചർച്ച ചെന്നെത്തി നിൽക്കുന്നു എന്നൊരു അനുഭവം താങ്കളുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായി അപമാനിക്കാനും അതും യാതൊരു വസ്തുതയില്ലാത്ത കാര്യം. അപ്പൊ മുഖ്യമന്ത്രിയുടെ വാഹനം ആക്രമിക്കുന്നു. ആ ആക്രമിക്കുന്നത് ഒരു ചാനലിന് മാത്രം ദൃശ്യം കിട്ടുന്നു. ആ ദൃശ്യം റിപ്പോർട്ട് ചെയ്യുന്ന ആങ്കർ അല്ലെങ്കിൽ റിപ്പോർട്ടർ 16 തവണ അതിലെ മുഖ്യ പ്രതികളെ ഫോണിൽ വിളിക്കുന്നു. ആ വിവരം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുകയാണ്. അതായത് ആ റിപ്പോർട്ടർ 16 തവണ ഈ സംഭവം നടക്കുമ്പോൾ ഒരു ചാനലിൽ മാത്രം കിട്ടിയ ദൃശ്യത്തെക്കുറിച്ച് ആ ഫോൺ കോൾ ഡീറ്റെയിൽസ് ആണ് ഇട്ടത്. അത് ഇട്ടതിന് വ്യക്തിപരമായ ഒരു വിരോധം എന്ന രൂപത്തിൽ അന്ന് ചർച്ചയ്ക്ക് വിളിച്ച് ആദ്യത്തെ ഒരു 20 മിനിറ്റ് പല ഘട്ടത്തിലും മൈക്ക് ഓഫ് ചെയ്ത് ആക്രമിക്കുന്നു. അത് വലിയ ഡാമേജിംഗ് ആയി നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തി. ഇപ്പോൾ കോടതി കേസെടുത്തു. നാളെ ആ കേസിന്റെ പോസ്റ്റിംഗ് ഡേറ്റ് ഉണ്ട്. നാളെ അവസാന ചാൻസ് പ്രതി കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഇനി പ്രതിക്ക് ഒരു അവസരമില്ല. നാളെ വന്ന് ഹാജരായി ജാമ്യം എടുക്കാൻ. അതായത് 2 ജാമ്യക്കാരെയും കൂട്ടി വരണം. അതിന്റെ ദിവസം നാളെയാണ്. വക്കീൽ കൂട്ടി വരണം. വക്കീൽ വന്നു, പക്ഷെ പ്രതി വന്നില്ല. നാളെ വരേണ്ട ദിവസമാണ്. എന്ത് വന്നാലും ആ നിയമ പോരാട്ടം തുടരും.